പേന കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ട് മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വെച്ചോരംഗക്കളി തീരാത്ത വാശി അണ്ണൻ മിഷ വെച്ചോരാട്ടപ്പുലി ഇടയാൻ വന്നോരുന്നും നിന്നോരുന്നും പണ്ടേ ആപത്ത് കട്ട ചോര കൊണ്ട് ജ്യൂസടിച്ചു സോഡ സർബത്ത് ഞൊടിയിൽ മതിയാനെ മെരുക്കിടും കരുത്ത് ഇവന് പത്തിൽ 10 ഇല്ലും മിനാൻറ്റി. നമസ്കാരം. ആദ്യം തന്നെ എൻ്റെ ഈ അശരീരിയായിട്ടുള്ള സൗണ്ട് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യുക. കാരണം ഇന്നത്തെ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ച സമയം എൻ്റെ മനസ്സിലോട്ട് പോയത് ഈ ഒരു പർട്ടിക്കുലർ പാട്ടാണ്. പണ്ട് ഒരു MLA ആണോ അല്ലെ ഒരു മന്ത്രിയാണോ എനിക്കറിയില്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സ്റ്റേജിൽ വന്നിട്ട് കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ പ്രസംഗിക്കുക. അന്നേരം പുള്ളി തുടക്കത്തിൽ പറഞ്ഞ ഒരു ലൈനാണിത്: പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ട് മാറാത്ത വ്യാധി. ഇപ്പോൾ പുള്ളി ഇങ്ങനെ പറയാണ് ഇന്നത്തെ കാലത്തിലെ പാട്ടും ഇന്നത്തെ ജനറേഷൻ്റെ ഒരു വൈബും ഒക്കെ എന്താണെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഞാൻ ഇയാളെ കുറേ കളിയാക്കി, എന്ത്, പക്ഷേ ഇന്ന് പലതും എന്നുമാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഞാൻ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്ക് നിങ്ങൾക്കറിയാം. ബാംഗ്ലൂരിൽ RR കോളേജിൽ നടന്നിട്ടുള്ള ഒരു ഇഷ്യൂ, അധിക ഉപയോഗവും ആ ഉപയോഗം കാരണം ഒരു കുട്ടിയുടെ മരണം, അത് കഴിഞ്ഞ് വിവാഹം കഴിച്ച പുരുഷൻ്റെ ഒരു മരണത്തിലോട്ട് നയിച്ച ഒരു സിറ്റുവേഷൻ. അന്ന് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അതിൻ്റെ താഴെ എനിക്കൊരു കമൻറ്റൊക്കെ വന്നു. ഒരു 2K കിഡ് ഒരു കമൻറ്റ് ഇട്ടു, എല്ലാ 2K കിഡും അങ്ങനെയല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞാണ് ഒരു കമൻറ്റ് ഇട്ടത്. മോളെ മനസ്സിലാവുന്നു, ഞാൻ പൊതുവേ കോമൺ ആയി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ പെർട്ടിക്കുലർ പേജ് അന്ന് ഫോളോ ചെയ്തു. ഞാൻ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടു. ഈ വീഡിയോ കണ്ട സമയത്താണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, എന്തൊരു എന്താ പറയുക, കലിയുഗം എന്നോ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തൊരു ലോകമായി മാറി എന്നൊക്കെ പറയുന്ന ഒരു സാധനമൊക്കെ വീണ്ടും ഇങ്ങനെ ഉറച്ച് വരുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ഒപ്പിക്കുന്നത്, ആരൊക്കെയാണ് ഇതിൻ്റെ ഭാഗമാവുന്നത്, എങ്ങനെയാണ് ഒരാൾ ട്രാപ്പിലാവുന്നത്? എനിക്കറിയാം എന്ന് പറയുന്നത് നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3.5 കൊല്ലമൊക്കെ ആയല്ലോ. നമ്മൾ ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. പെൺകുട്ടികളെ കാണലുണ്ട്, ആൺകുട്ടികളെ കാണലുണ്ട്. അവരെങ്ങനെ അഡിക്ഷനിലോട്ട് പോകുന്നു, എങ്ങനെ അവർ ഇതിൻ്റെ ഒരു ഭാഗമാവുന്നു, അതെങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു, പിന്നെ എങ്ങനെ നിർത്താൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ അവരൊരു സെല്ലറാവുന്നു, എങ്ങനെ ആരുടെ കയ്യിൽ നിന്ന് ബൈ ചെയ്യുന്നു, ഇതൊക്കെ നമ്മളെടുത്ത് നമ്മുടെ ക്ലയൻസ് പല കാര്യങ്ങളും തുറന്ന് പറയലുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു എത്രയൊക്കെ ആണെങ്കിലും റിയാലിറ്റിയിൽ നമുക്കറിയാം ഇതിങ്ങനെ ഫ്ലറിഷ് ചെയ്യാണ്, ഈ ലോകത്തെ എല്ലാ സൈഡിലും കാണാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്കറിയെങ്കിലും ഇത്രത്തോളം ഒരു എന്താ പറയുക, ഒരു നാടിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ ഈ സാധനത്തിന് എത്താൻ പറ്റിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ കുട്ടികൾക്കും ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്കും ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പം ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരോടും ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തുവാ പിന്നെ തിന്നുന്നത്? എന്തുവാ നിങ്ങൾ തിന്നുന്നത്? ഇന്ന് ഈ ലോകത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ജെമിനായി ട്രെൻഡ്. ഞാനും ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാൻ 1-2 ഫോട്ടോ ചെയ്തു, ഞാൻ വിട്ടു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ അറിയില്ല. ഞാൻ സിസ്റ്റർ ഇൻ ലോനെ കൊണ്ടാണ് ചെയ്യിച്ചത്. നമ്മളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുക, അതിന് ശേഷം ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യുക. നമുക്ക് വേണ്ട ഒരു പ്രോംപ്റ്റ്, ഞാനിപ്പോൾ ബീച്ചിലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഞാനും ലാലേട്ടനും ഒരുമിച്ചുള്ളതായിരിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജെമിനി കറക്റ്റ് അതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സാധനം കൊണ്ട് തരും. നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പം ഞാനും ലാലേട്ടനും ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് ക്രിയേറ്റ് ചെയ്തിടാം. ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു സാധനം. അത്രത്തോളം ഡെവലപ്മെൻറ്റ് ഈ ലോകത്തോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ അത് ജെമിനി വഴി ഫോട്ടോ ചെയ്യുന്നു, അസൈൻമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ റെഫർ ചെയ്യുന്നു. വൈ ഡോണ്ട് യു സെർച്ച് അബൌട്ട്? ഇത്രയും ഡെവലപ്മെൻറ്റ് ഉണ്ട്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് അറിയാം, ഈ ലോകത്തറിയാം. അല്ലെങ്കിൽ നിങ്ങളൊക്കെ വളരുന്നത് ഫോണിലാണ്, നിങ്ങളൊക്കെ ഫോൺ യുഗത്തിലാണ്. ഞാനൊക്കെ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന കളികളുണ്ട്, അമ്മയും അച്ഛനും, അല്ലെങ്കിൽ കക്ക് കളി, അല്ലെങ്കിൽ ചിരട്ടയിൽ പാചകം ചെയ്യുക. എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കല്ല. ഇലകളൊക്കെ വെട്ടിയിട്ടിട്ട് ഇങ്ങനെ പാചകം ചെയ്യുക, അമ്മേൻ്റെ ഷാളൊക്കെ എടുത്തിട്ട് സാരി പോലെ ഉടുക്കുക, ടീച്ചറാവുക, ഇങ്ങനെ ബെഡിനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് അടിക്കുക. പിന്നെ ഇച്ചിരി കൂടെ മാറ്റി കളികൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ തെങ്ങിൻ്റെ മുകളിൽ ഓല വീണ് കിടക്കും, ഈ ഓല പിടിച്ചിട്ട് ഇങ്ങനെ ഊർന്നു പോയിട്ട് നമ്മൾ വീഴുന്നൊരു കളി. ഊഞ്ഞാൽ കെട്ടിയിട്ട് ഊഞ്ഞാലിൽ ഇങ്ങനെ എണ്ണത്തിന്, നിനക്ക് 25 ആട്ടം, എനിക്ക് 25 ആട്ടം, ഞാനും എൻ്റെ ചേച്ചിയൊക്കെ നിൽക്കും. അങ്ങനെയൊക്കെ കളിച്ചൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഇന്നത്തെ പിള്ളേർ ആ കളിയൊക്കെ കളിക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഉണ്ടാവും, ഷട്ടിൽ, ക്യാരംസ് എന്നല്ലാണ്ട് ബാക്കി കളികളെ കുറിച്ച് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഇന്ന് വളരുന്നത് ഇത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുള്ള ലോകത്ത് എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും ഇൻഫോർമേഷൻസ് എടുക്കുന്നില്ല?
ഒന്ന് പത്രം വായിച്ചാൽ മതി. എത്ര പേര് പത്രം വായിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പത്രം വായിച്ചാൽ മതി, പല ന്യൂസുകളും കിട്ടും. അങ്ങനെ ഒരു ലോകത്താണ് നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. അത്രത്തോളം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഉള്ള ഒരു ലോകത്ത്. ആ ലോകത്ത് മര്യാദയ്ക്ക് ജീവിച്ച് പോകണമെങ്കിൽ കുറേ ശ്രദ്ധിക്കണം മക്കളെ, കുറേ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പർട്ടിക്കുലർ എൻ്റെ കാസറ്റ് എന്ന് പറയുന്നതിൽ വന്നിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ബാംഗ്ലൂര് മലയാളി വിദ്യാർത്ഥികളെയും അവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെയും കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയൊരു ഡ്രഗ് മാഫിയ ഉണ്ട്. ഈ മാഫിയയിലെ മെയിൻ കണ്ണികളാണ് മീനാക്ഷി, പാർവാണ, ശ്വേത. ഇവര് വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, ഷാലു എന്ന് പറയുന്ന കാസർഗോഡുള്ള ഒരു MDMA കച്ചവടം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. മീനാക്ഷിയുടെ സുഹൃത്താണ് ഷാലു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഷാലു MDMA ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഷാലുവിന്റെ റൂമിലോട്ട് മീനാക്ഷിയെ വിളിക്കും. മീനാക്ഷി വരുമ്പോൾ മീനാക്ഷിയുടെ കൂട്ടുകാരികളെയും കൂടെ കൂട്ടാൻ പറയും. ഈ ഒരു ട്രാപ്പിൽ RR കോളേജ്, ആചാര്യ കോളേജ്, സപ്തഗിരി കോളേജ്, AGB ലെവലിലുള്ള ഒരുപാട് പെൺകുട്ടികൾ അകപ്പെട്ടിട്ടുണ്ട്. സൈക്കഡലിക് പാർട്ടികളിൽ നിന്നും പബ്ബുകളിൽ നിന്നും പരിചയപ്പെടുന്ന ചെറുപ്പക്കാരെയും അവിടെ ജോലി ചെയ്യുന്ന ആളുകളെയും കേന്ദ്രീകരിച്ചിട്ട് അവിടെ റൂം മനസ്സിലാക്കിയിട്ട് അവിടെ ബന്ധം സ്ഥാപിക്കുകയാണ് ഈ 3 സ്ത്രീകളും. തന്നെ മക്കളെ, നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റണം. നിങ്ങളിപ്പോൾ ഒരു ഫ്രണ്ട്സ് വിളിച്ചുകൊണ്ട് പോയി ഇത് യൂസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നോ എന്ന് പറയണം. ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾ മൊണ്ണനാന്നും നിങ്ങളൊന്നിനും കൊള്ളില്ല എന്ന് പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ. ഇത് ഈ മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിലെ മക്കൾക്ക് നോ പറയാൻ അറിയില്ല. പറയേണ്ടാത്ത സ്ഥലത്തൊക്കെ നോ പറയാൻ അറിയാം, പറയേണ്ട സ്ഥലത്ത് ഇവർക്ക് നോ പറയാൻ അറിയില്ല. അപ്പം ഇതിൽ ഈ കണ്ണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇതിലോട്ട് ഒരു കുട്ടീനെ എത്തിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഉപയോഗിക്കുന്ന കുട്ടികൾ ആ കുട്ടികളെ വിളിച്ച് കൊണ്ടുപോയി ഇത് അവൈലബിൾ ആവുന്ന സ്ഥലത്ത് എത്തിച്ച് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുക. അന്നേരം നോ പറയണം. ഇന്നത്തെ കുട്ടികളുടെ വിചാരം ഒരു 2 ഡ്രഗ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു കഞ്ചാവ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അടിപൊളിയാണ്, അത് വൈബ, അവനാണ് സെറ്റ്, അവനാണ് സംഭവം. തോന്നുക മക്കളെ, തോന്നുക. നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ തന്നെ പറയണം. അതിനൊരു മടിയും കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അനാവശ്യ കമ്പനികൾ നമ്മുടെ ജീവിതത്തിൽ വെക്കണ്ട. വേണ്ട കമ്പനികൾ മാത്രം വെക്കുക, വേണ്ടാത്ത കമ്പനികൾ ഒഴിവാക്കുക. ഇനി കമ്പനി വെക്കണോ വെക്കണ്ടേ, കൊണ്ടുപോകണോ കൊണ്ടുപോകണ്ടേ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിന് ഒരു വരമ്പ് ഉണ്ടാവണം. ഇനി വരമ്പ് കടക്കണം എന്നുള്ളതും നിങ്ങളുടെ ഇഷ്ടമായിരിക്കും. മേ ബി അത് പറയാനുള്ള റൈറ്റ് ഒന്നും ഒരു യൂട്യൂബർ എന്നൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്ക് എന്ന നിലയിൽ ചിലപ്പോൾ എനിക്ക് ഉണ്ടാവില്ല. പക്ഷേ അതിർവടമ്പ് കടക്കുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാണ്ട് നോക്കിക്കൊള്ളണം. ഓക്കെ, അത് എൻഡ് ഓഫ് ദ ഡേ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റണം. സമാധാനം കെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമോ വീട്ടുകാർ നാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. പിന്നീട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും അവിടെ ജോലി ചെയ്യുന്നവരുടെ റൂമും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം അർജുൻ പിള്ള അങ്ങോട്ട് ഇറങ്ങുകയാണ്. മീനാക്ഷിയുടെയും പാർവണയുടെയും ശ്വേതയുടെയും നിർദ്ദേശപ്രകാരം ഇവർക്ക് മെയിനായിട്ട് ഡ്രഗ്സ് കൊടുക്കുന്നത് ഷാലു എന്ന് പറയുന്ന കാസർഗോഡുള്ള ചെറുപ്പക്കാരനാണ്. ഈ ഷാലു മാംഗ്ലൂരുള്ള ശ്രീനിവാസൻ കോളേജിലോട്ട് MDMA എത്തിക്കുന്ന സപ്ലയറാണ്. ഇവർ ഈ ട്രാപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികളെയും അതുപോലെ ജോലി ചെയ്യുന്നവരുടെയും കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ അർജുൻ പിള്ള ആളുകൾ വാങ്ങിച്ചെടുക്കുകയാണ്. ഇവരുടെ ഉദ്ദേശം ഇവര് ഡ്രഗ് ഉപയോഗിക്കുന്നതോ അത് അവിടെ നിർത്തലാക്കണമെന്നതല്ല, ഇവരെ ചതിക്കുക, പണം കൈക്കലാക്കുക എന്നുള്ളതാണ്. സെൻട്രൽ ക്രൈം ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരും കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുള്ള വലിയൊരു ഡ്രഗ് മാഫിയ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം സ്റ്റുഡൻസ്. ഇതാണ് ബാംഗ്ലൂർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാവുക. ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് പോവുക. ഇതാടോ ജസ്റ്റ് 1-2 തവണ ജസ്റ്റ് യൂസ് ചെയ്യാൻ തരും. നമുക്കതിലൊരു അഡിക്ഷൻ വന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ചിലപ്പോൾ പൈസ ചോദിക്കും. ഇനി പൈസ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യിപ്പിക്കും, അല്ലെ പുതിയൊരു കസ്റ്റമറെ ഏൽപ്പിക്കാൻ പറയും. അങ്ങനെയൊക്കെ നിങ്ങൾ ആ കണ്ണീൻ്റെ ഭാഗമാവുകയാണ്. എല്ലാം ഒഴിവാക്കി മര്യാദയ്ക്ക് നന്നായി ജീവിക്കാൻ ശ്രമിക്കുക. വളരെ ഈസിയാണ് ഇങ്ങനത്തെ ഒരു കുഴിയിലോട്ട് വീഴാൻ വേണ്ടിയിട്ട്. പക്ഷെ വീണിട്ടുണ്ടെങ്കിൽ തിരിച്ച് കയറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരെയും പേടിക്കേണ്ട. ഡയറക്റ്റായിട്ട് വീട്ടിലോട്ട് വിളിച്ച് കാര്യങ്ങൾ പറയുക. വീട്ടിലുള്ള ആൾക്കാരോട് എനിക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് വേണമെന്നാൽ ഞാൻ നന്നാവും. നല്ല നല്ല ചികിത്സാലയങ്ങൾ ഈ ലോകത്ത് എത്രയോ ഉണ്ട്. ആ ചികിത്സാലയത്തിൽ പോവുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സഹായമോ ഹെൽപ്പോ പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ ഈ ബയോയിൽ കൊടുക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന നല്ല നല്ല ഡി അഡിക്ഷൻ സെൻറ്ററോ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സെൻറ്ററോ ഞാൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ ഒരു ഇതിലോട്ട് വീണു പോകരുത്. നല്ലൊരു ഭാവി നിങ്ങൾക്കുണ്ട്, നല്ലൊരു ലോകം നിങ്ങളുടെ ചുറ്റുമുണ്ട്. അവിടെ നന്നായി ജീവിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ വലയിൽ പോയി ജീവിതം നശിഞ്ഞ് ഇന്നും നാളെയും മറ്റന്നാളും ഒരാൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളായി മാറാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.